ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചീസി വൈറ്റ് സോസ് പാസ്തയായിട്ട്. എല്ലാവർക്കും അറിയുന്നതും എല്ലാവരും ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് പിന്നെ ഇതിലേക്ക് 2 കപ്പ് പാസ്ത ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഈ പാസ്ത ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി പാസ്ത എല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതാ ഒന്ന് അരിപ്പയിലിട്ടിട്ട് ഒന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി വേറൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിട്ട് പിന്നെ അതിലേക്കൊരു 3 പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു 250 ഗ്രാമിൻ്റെ അടുത്ത് അത്രയും ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് മിക്സാക്കുക. പിന്നെ ഞാൻ ഇതിലേക്കൊരു പകുതി ക്യാരറ്റ് അത് ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഈ ചിക്കനും ക്യാരറ്റും എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കുക്കാട്ടെ. ഇപ്പോൾ ഇതാ ചിക്കനും ക്യാരറ്റും എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ സെയിം പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെക്കണം ഈ സമയത്ത്. ഇനി മൈദ ഒന്ന് ഈ ബട്ടറിലിട്ടിട്ടൊന്ന് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരു വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും. ഇനി അതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കൈ വെക്കാണ്ട് ഒന്ന് ഇളക്കി മൈദയെല്ലാം ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു സോസായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തീയിൽ ഞാൻ വെച്ചിട്ടുള്ള. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പെപ്പറും ഇട്ട് കൊടുക്കുക. ഇനി അപ്പം തന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ക്യാരറ്റ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. ഈ സോസ് കട്ടായി പോകരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ഭാഗം ക്യാപ്സിക്കം ഒന്നിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അത് കട്ട് ചെയ്തതിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇട്ടിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ സ്ലൈസ് ആണെങ്കിൽ ഒരു 2-3 പീസ് അത് കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുത്താലും മതി. ചീസ് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഒറിഗാനും അതൊന്നിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇത് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ആ ഒരു ചീസെല്ലാം ഒന്ന് മെൽട്ടാവട്ടെ. എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ ഒരു ചീസും സോസും പാസ്തയിൽ നല്ലോണം ഒന്ന് പിടിച്ച് വരണം. എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. ചെറിയ തീയിൽ വെക്കണം. ഇപ്പോൾ ഇത് എല്ലാം നല്ലോണം ഒന്ന് മെൽട്ടായി എല്ലാം നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ആ ഒരു സോസും ചീസും എല്ലാം ആയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എല്ലാം മിക്സ് ചെയ്യുക, എല്ലാ ഭാഗത്തും എത്തണം. ഇനി നമുക്കിത് ചൂടോടെ തന്നെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ കഴിക്കണം. അപ്പോൾ ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഞാനിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് പാത്രം കഴുകാൻ പോയ സമയം ഇത്തിരി ഒന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ടായിന്. അതാ ഞാൻ പറഞ്ഞത് ഉണ്ടാക്കിയിട്ടത് ചൂടോടെ തന്നെ കഴിക്കേണ്ടി വരും. പക്ഷെ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ എങ്ങനെ എല്ലാവർക്കും നാളെ പാസ്ത അല്ലേ?
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.